പച്ചമുളകിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് സ്നാക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനു മുന്നേ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. തേങ്ങ ചിരകിയത്, പഞ്ചസാര, മൈദ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നേന്ത്രപ്പഴം, പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത്, ഏലക്കാപ്പൊടി. ഇത്രയും മതി. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലൊക്കെ വൈകുന്നേരം ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിലേക്ക് നമുക്ക് പഴം ചേർക്കാം. ഞാനിതിനൊരു 2 വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറുതായി അരിഞ്ഞതാണ്. പഴം ഒന്ന് നന്നായി വേവണം. ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തത് ആ പഞ്ചസാര അലിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പഴം കടന്ന് വെന്തോളും. നമുക്കൊരല്പം കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം വേവണതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം നന്നായി വെന്ത് വരുന്നുണ്ട്. പഞ്ചസാരയും നന്നായി അലിയുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയും പഴവും എല്ലാം നന്നായി ആയിട്ടുണ്ട്. ആ പച്ച തേങ്ങയുടെ അതൊക്കെ പോയിട്ട് അത് ആ നെയ്യും പഞ്ചസാരയും പഴം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്നാക്കിന് വേണ്ട ഫില്ലിംഗ് ആണ്. നമ്മുടെ ഫില്ലിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് ഈ സ്നാക്കിന് വേണ്ട ബേസ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് നമ്മുടെ ബേസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്.
ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബേസ് നമ്മളൊരു ചപ്പാത്തി പരുവത്തിൽ അതിൻ്റെ മാവ് അങ്ങനെ ആക്കിയെടുക്കണം. നന്നായി കുഴച്ച് കൊടുക്കണം, എങ്കിൽ അത് നല്ല സോഫ്റ്റായി കിട്ടും. ആ നെയ്യും കൂടെ ചേർത്തത് കാരണം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മിക്സ്. ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരല്പം നെയ്യ് ചേർത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇതിന്നൊരു പീസ് എടുത്തിട്ട് നമ്മളിത് നന്നായി റൗണ്ട് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ ഇത് നല്ല സോഫ്റ്റായി കിട്ടും. ഓൾറെഡി സോഫ്റ്റ് ആവും, കാരണം നമ്മൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ നന്നായി പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കണം. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർക്കാം. ഏകദേശം നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. സ്നാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്ക് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക്. ഇനി ഗസ്റ്റുമായിട്ടുള്ള സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മോടൊപ്പം പച്ചമുളകിൽ നസീമത്തെയാണ് എത്തിയിട്ടുള്ളത്. നസീമത്തെ നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി തരുന്നത് നോക്കാം. വെൽക്കം നസീമത്ത. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കി തരുന്നത്? കപ്പ പ്രോൺസ് റോള്. കപ്പ പ്രോൺസ് റോള്. അതെ, കപ്പയും പ്രോൺസും അല്ലേ? ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ഇത് നമുക്ക് ഈ കപ്പ പ്രോൺസ് റോളിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്?
കപ്പ, കുറച്ച് സവാള, ഇഞ്ചി, ക്യാരറ്റ്, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പ്രോൺസ്, ബ്രെഡ് ക്രംസ്, മൈദ. ശരി, എന്നാൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ? എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. സ്വതവേ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെയാണല്ലോ ചെയ്യാറ് അല്ലേ? കപ്പ വെച്ച് ചെയ്യാം. എങ്ങനെ ഇത് ചെയ്തിട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞു എല്ലാവരും കഴിച്ചിട്ട്? എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം. ഈ ഇങ്ങനെ റോൾസ് ഒന്നും അല്ലാതെ വേറെ എന്തൊക്കെയാ ഉണ്ടാക്കാറില്ല? കപ്പ വെച്ചിട്ട് എല്ലാം പരീക്ഷിച്ച് നോക്കും. കപ്പ ബിരിയാണി, കപ്പ പുഴുക്ക്, അങ്ങനെ പല. കപ്പ അപ്പൊ ഫേവറേറ്റ് ആണ്. തീർച്ചയായിട്ടും. ഇത് എവിടെ, സ്ഥലം എവിടെയാണ്? പെരുമണ്ണ. പെരുമണ്ണ. അപ്പൊ കോഴിക്കോട് തന്നെയാണ്? തീർച്ചയായും. അപ്പൊ നമ്മുടെ മലബാർ ഡിഷുകളൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? തീർച്ചയായിട്ടും. ഇപ്പൊ നോമ്പുകാലാണല്ലോ, അപ്പൊ അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് കണ്ടുപിടിച്ചത് വല്ലതും ആണോ ഈ ഡിഷ്? വേറെ എന്തൊക്കെയാ നോമ്പിന് എന്തൊക്കെയാ ഇനി സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങള് മലബാറിലെ എല്ലാ ഡിഷും ഉണ്ടാക്കും. സമൂസ, ഉന്നക്കായ. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. കുറച്ച് മതി, എരിവിനനുസരിച്ച്. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. ഒരു ടേബിൾ സ്പൂൺ ഇടാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇടാം അല്ലേ? അതെ. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോവാണ്. മല്ലിപ്പൊടി, കുറച്ച് മല്ലി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം അല്ലേ? അതെ. ഇനി മഞ്ഞൾപ്പൊടി. ഇത് നോൺ വെജിറ്റേറിയൻ മാത്രമേ ട്രൈ ചെയ്യാറില്ല? അല്ല. ഈ പ്രോൺസും കപ്പയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ നമ്മൾ അധികം കണ്ടിട്ടില്ല. നമ്മളതൊന്ന് ട്രൈ ചെയ്യും. വീട്ടിൽ ഞാനിത് എൻ്റെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് നമുക്കിനി ഇത് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. കുറച്ച് ഇതിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തു. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ? ചെമ്മീൻ ആയത് കാരണം അധികം വേവിന്റെ ആവശ്യമില്ല അല്ലേ? എന്നാലും അതൊരു പാകം ആവണ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ? അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ പ്രോൺസ് ആയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് പ്രോൺസ് കുക്കായിട്ടുണ്ട്. പ്രോൺസ് നന്നായി കുക്കായിട്ടുണ്ട്. ഇതൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് നന്നായി ചെറുതായി പൊടിയായി അരിഞ്ഞതാണ്. ഇത് നമുക്ക് ചേർക്കാം അല്ലേ? മുഴുവൻ ചേർക്കട്ടെ? മുഴുവൻ വേണ്ട, കുറച്ച് മതി. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് വയറ്റിലെത്തുമല്ലോ എന്നുള്ളതാണല്ലേ വിചാരിച്ചിട്ട്. നമുക്ക് കപ്പ, ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ച കപ്പയാണ്. അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കപ്പ ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കണം അല്ലേ? നന്നായിട്ട് ഉടയ്ക്കുക. സ്വതവേ കപ്പ നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അത് പിന്നെ ചെമ്മീൻ്റെ കൂടെയും കൂടെ ആവുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും അല്ലേ? അതെ. നമ്മൾ ഈ കപ്പ നന്നായി ഉടച്ചെടുക്കണം അല്ലേ ഇത്? അതെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില എല്ലാം ചേർക്കാം.
ചെമ്മീനും കപ്പയും നന്നായി ഉടക്കിയാണ്. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കണം. അതെ, ഏകദേശം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ്, ഈ കപ്പയും ചെമ്മീനും കൂടിയുള്ള മിക്സ് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മളിത് റോളാക്കി എടുക്കുന്നത് അല്ലേ? ഇനി നമ്മൾ ഇത് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലേ? അതെ, തണുത്തതിന് ശേഷം നമുക്കിത് റോളാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ നമ്മുടെ മിക്സ്, അതായത് ചെമ്മീൻ കപ്പ മിക്സ് ഒന്ന് തണുക്കാൻ കുറച്ച് സമയം എടുക്കണം. അതിന് ശേഷം നമുക്ക് എന്തായാലും റോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് മൈദ കലക്കി വെക്കാം അല്ലേ? മൈദ കലക്കി വെക്കാം. മൈദ, കുറച്ച് ഉപ്പ്, വെള്ളം. നന്നായിട്ട് ഇത് നമ്മൾ എങ്ങനെയാ കുഴക്കണേ? ഒരു ലിക്വിഡ് ഫോമിലാണോ? അതെ, ലിക്വിഡ് ഫോമിൽ. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അതെ മുക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സ്വതവേ നമ്മൾ റോൾസ് ഒക്കെ ഉണ്ടാക്കാൻ മുട്ടയിൽ മുക്കിയിട്ട്, അതെ, ഇത് കപ്പ ആയതുകൊണ്ട് നമ്മൾ അത് മൈദയിൽ മുക്കിയിടും. കട്ടയില്ലാതെ കലക്കുക. നന്നായി ആ മിക്സ്, മൈദയുടെ മിക്സ് നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും അല്ലേ? അതെ. ഇത് നമ്മൾ മൈദയും ഉപ്പും വെള്ളവും ചേർത്തിട്ടുണ്ടാക്കിയ ഒരു മിക്സാണ്. ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ റോള്, ചെമ്മീൻ കപ്പ റോള് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ കപ്പയും ചെമ്മീനുമായിട്ടുള്ള ആ മിക്സ് നല്ല തണുത്ത് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കാം. ചെയ്യാം. കുറച്ചെടുക്കാം. കപ്പ ചെമ്മീൻ റോൾസിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ റോൾ ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് നമ്മൾ മൈദ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ പോവാ അല്ലേ? ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അതെ, നമുക്ക് എണ്ണ ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ റോൾസ് ഫ്രൈ ചെയ്യാൻ വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ ഓരോ റോളും മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് ഓരോ റോളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ കളറൊക്കെ മാറി റോൾസിന്റെ കളർ ആയിണ്ടല്ലേ? അതെ. ഇനി നമുക്കിത് കോരിയെടുക്കാം. രുചികരമായ കപ്പ പ്രോൺസ് റോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എനിക്കിതിനെ ടേസ്റ്റ് ചെയ്യാലോ അല്ലേ? അതെ. നല്ല ചൂടുണ്ട്. കപ്പയും ചെമ്മീനുള്ള കോമ്പിനേഷൻ ഭയങ്കര നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കപ്പയും ചെമ്മീനും ഒക്കെ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷുമായിട്ട് ഇനിയും വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം പുതിയ അതിഥിയും പുതിയ വിഭവമായിട്ട്. ദിസ് ഇസ് രേഖ സൈനിങ് ഓഫ്.